അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം നമ്മുടെ റിയാസ് സലീം, ബിഗ് ബോസ് റിയാസ് സലീം, സ്നേഹന വൺ ഓഫ് ദ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആണ്. അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ എനിക്കും. ചില ടൈമിലൊക്കെ റിയാസിന്റെ വർത്താനം കേൾക്കുമ്പോൾ ചൊറി പൊട്ടുമെങ്കിലും ചില ടൈമിൽ ഞാൻ പറയുന്നത് റിയാസ് പറയുന്നത് മനസ്സിലാവണില്ല. ഇപ്പൊ മനസ്സിലായി റിയാസ് പറയുന്നത് എന്താ നമുക്ക് മനസ്സിലാവാത്തത്. കാരണം ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളായിട്ട് കണക്ട് ആവൂലേ. ഓക്കെ, അപ്പോൾ റിയാസ് സലീമിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അത് സിന്ധു കൃഷ്ണ അവരുടെ വ്ളോഗിന്ന് കട്ട് ചെയ്തതാണ്. അല്ലെ, കൃഷ്ണകുമാറിന്റെ വൈഫിന്റെ വ്ളോഗിന്ന് കട്ട് ചെയ്തെടുത്ത് ഒരു പീസ് കൊണ്ടുവന്ന് ഇങ്ങേരിട്ടിട്ട് സ്റ്റോറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. Imagine being so nostalgic for inequality. Pass me the popcorn for this backward casteist time travel show. കാസ്റ്റിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇന്നിക്വാലിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. സംഗതി സംതിങ് റിലേറ്റഡ് ടു പഴഞ്ചോറാണ്. പഴഞ്ചോറിനെ കുറിച്ചിട്ട് കൃഷ്ണകുമാർ സംസാരിക്കുന്ന ഒരു പീസ് മാത്രമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് കാസ്റ്റിസ്റ്റ്, ഇന്നിക്വാലിറ്റി. ഇതൊക്കെ എന്തോന്നേ ഇത് പെട്ടെന്ന് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഇനിയിപ്പോ ഒരു ഈഗോ ക്ലാഷ് ആണോ, ഇവർ തമ്മിൽ ഡയറക്റ്റ് വേറെ എന്തെങ്കിലും സീനുകൾ ഉണ്ടോ? കാരണം ഇവരുടെ ഫാമിലി മൊത്തം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇനി ആരോടെങ്കിലും ഒക്കെ ഉള്ള വിഷയങ്ങളാണോ എന്ന് അറിയില്ലല്ലോ. എന്തായാലും നാട്ടിൽ വേറെ കുറിച്ച് ഒന്നും പറയാനില്ലാണ്ടാണ് ഇപ്പൊ പഴങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആശ വേറൊരു സ്റ്റോറി, അടുത്ത സ്റ്റോറിക്കകത്ത് ആർക്കും അയച്ചൊരു മെസ്സേജ്, ചാറ്റാവും മെസ്സേജ് അങ്ങനെ എന്തോ ആണ്. എന്താണെങ്കിലും അവിടെ അങ്ങനെ ടൈപ്പ് ചെയ്ത് നോട്ടിലിട്ടിട്ട് ഇട്ടാ തോന്നുന്നുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സൈഡിൽ വേറെ ഇട്ടിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോറി ഭാരത് സ്റ്റാൻഡ്സ് വിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ആക്ടർ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ബാനറും പിടിച്ച് നിൽക്കുന്ന ഒരു സാധനം സ്റ്റോറി കൊടുത്തിട്ട് പാലസ്തീൻ ഹാസ് ബിക്കം എ ട്രാജിക് ലാൻഡ്സ്കേപ്പ് വേർ ദ ലോസ് ഓഫ് thousands of children lives is a daily heartbreak. He seems to view his Kardashian family as Bharat now and showing support to Israel. Pathetic. ഓക്കെ, അപ്പൊ ഇതിന്ന് എന്ത് മനസ്സിലായി എനിക്ക്? ഇയാൾക്ക് കൃഷ്ണകുമാറിനോടല്ല റിയാസ് സലീമിന് പ്രശ്നം. റിയാസ് സലീമിന് പ്രശ്നം കുട്ടികളോടാണ്. കാരണം കർദാഷ്യൻ ഫാമിലി മൊത്തത്തിൽ ആ ഫാമിലിയെ തന്നെ ഇട്ട് കുത്തുക എന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു റിയാസ് സലീം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇയാൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത ഒരു BJP സംഘപരിവാർ ചാണകക്കുഴി എന്നൊക്കെ ഉള്ള വിചാരിച്ച് അങ്ങനെ ആ ഒരു തിങ്കിങ് ആയിരിക്കും. കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി എന്ന് പറയുമ്പോൾ പലർക്കും ഇപ്പോൾ ചാണകക്കുഴി എന്നുള്ള ഒരു തീരുമാനമാണല്ലോ. കാരണം അയാൾ BJP ആയതുകൊണ്ട് അയാൾ ചാണകം എന്നുള്ള രീതിയിലാണ് അയാൾ കൺസിഡർ ചെയ്യുന്നത്. അവരുടെ മക്കളുടെ രാഷ്ട്രീയം പോലും അവർ മക്കൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാര്യം അയാൾ BJP എന്ത് കുന്തോ ആയിക്കോട്ടെ, പക്ഷെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഏത് പാർട്ടി അത് റിയാസ് തീരുമാനിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ കാര്യം മാത്രമേ തീരുമാനിക്കാനുള്ളൂ. നാളെ ഇയ്യോ അങ്ങനെ ആവണമെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, ഇത് ഇയാൾ വന്നിട്ട് അയാളുടെ രാഷ്ട്രീയം പറഞ്ഞു, മക്കൾ ഇതുവരെയായിട്ട് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇയാൾ വന്നിട്ട് ഐ സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞു. റിയാസിന് വേണമെങ്കിൽ പലസ്തീൻ്റെ ഒപ്പം നിൽക്കാം. ഓരോരുത്തരുടെ താല്പര്യമാണ് ആരാരൊപ്പം നിൽക്കണം എന്നുള്ളത്. ഇസ്രായേലിന്റെ ഒപ്പം എത്ര പേര് നിൽക്കുന്നുണ്ട്? അപ്പൊ അവർ തിന്നിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കർദാഷ്യൻ ഫാമിലി എന്നൊക്കെ പറയുന്നത് ഇവിടെ വേറെ എന്തോ ഒരു സീന് റിയാസിന് ഉണ്ട് പേഴ്സണലി തോന്നുന്നു. അത് നമുക്ക് എന്താണെന്നറിയില്ല. എന്താണെങ്കിലും റിയാസിന്റെ ഇങ്ങനത്തെ 3 സ്റ്റോറി കണ്ടു. ആൻഡ് റിയാസ് ഡിലീറ്റ് ആക്കി കളഞ്ഞ ഒരു സ്റ്റോറി, വേറൊരു സ്റ്റോറി ഡിലീറ്റ് ചെയ്യുന്നു. എന്താണ് അതൊക്കെ ഇട്ടിട്ട് ആഷർ ഹെർ സ്റ്റുപ്പിഡ് ഫ്രണ്ട്സ് ഇൻ ദി ബാക്ക്ഗ്രൗണ്ട്. അവൻ കുണ്ടനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് ആൻഡ് ഹെർ ഓഡസിറ്റി ആൻഡ് ignorance to put this video out there. വായിക്കണോ ഫുള്ള്? And her audacity and ignorance to put this video out there and get away with it. Kids today mistakenly believe that using homophobic slurs enhance their social status. What a shame. Saw this video a few months back and I am like, what is the point of calling out a child? But it is fascinating how Kardashians 144p can shape such a dedicated following of intellectual lightweights. ഇതിൽ ആരാണ് ഇന്റലക്ച്വൽ ലൈറ്റ് വെയിറ്റ് ആയെന്നറിയോ? ഈ ഇട്ട റിയാസ് സലീം ഈ ഒരു സ്റ്റോറി ഇട്ട് ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥയായി. കാരണം റിയാസ് സലീം കുണ്ടൻ എന്നാണ് കേട്ടത്. ഇവര് വീഡിയോയിൽ പറയുന്നത് തേഞ്ഞ് അതാണ്. ഹൻസുബി അല്ലേ, ഹൻസിക ഏറ്റവും ചെറിയ കുട്ടി. ഈ ഇട്ട് ഡിലീറ്റ് ആക്കിയ ആ ഒരു സ്റ്റോറിക്ക് അകത്തുള്ള വീഡിയോ നിങ്ങൾ കണ്ടോട്ടോ. അതിനകത്ത് കുണ്ടൻ എന്നാണോ ഗുണ്ട എന്നാണോ പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടോ. ഇങ്ങനെയൊക്കെ കണ്ടില്ലടാ? കണ്ട് ഗുണ്ടേനെ പോലെ ഇരിക്കുന്ന, അവിടെ ഇരിക്കുന്ന ഗുണ്ടേനെ പോലെ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞേ, അല്ലാതെ കുണ്ടനെ പോലെ എന്നല്ല. റിയാസ് ഇനി ഏത് ഇയർഫോണാണ് യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. വല്ല ലോക്കൽ മാർക്കറ്റിലും ഇങ്ങനെ ചീപ്പ് ഇയർഫോൺസ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ഒരു തിരിച്ചറിവാണ്. നിങ്ങളെ കേൾവിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. കാര്യങ്ങൾക്ക്
പ്ലീസ് 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 കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. പ്ലീസ് അതൊന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അതായത് ചുമ്മാ ഒന്ന് ഏറെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ രസമായിരിക്കും. അതെങ്ങനെ ഈ മനസ്സിൽ തന്നെ ആലോചിച്ചോണ്ടിരിക്കുകയാണോ നമ്മള്, അല്ല ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത വന്നിട്ടാണോ അറിയില്ല. ലൈക്ക് ഇതിനെ കുറിച്ച് ഓവർ തിങ്കിങ് ആയപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്താലാണ് ചിലപ്പോ ഇതേപോലുള്ള ഇഷ്യൂസ്. എന്ത് പറഞ്ഞാലും അതന്നെ കേൾക്കുന്നത്. ഓവർ തിങ്ക് ചെയ്യുന്നത് പ്രശ്നം തന്നെയാണ്. അതെ, അപ്പൊ പിന്നെ ഓവർ തിങ്ക് ചെയ്യുമ്പോ എന്താ അറിയോ, നമ്മൾ സ്വയം എന്ത് ചെയ്യും, നമ്മളൊരു ഇന്റലക്ച്വൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ബാക്കിയുള്ള മുന്നിലോ ആളുകളുടെ മുന്നിൽ പോയി പ്രസന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അതാണ് ഇപ്പൊ ഉണ്ടായത്. അതുകൊണ്ട് എൻറ്റയർ സാധനം ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അല്ല, അതിനിടയ്ക്ക് കളിയാക്കിയിട്ടുണ്ട് മറ്റേ കൃഷ്ണാശിയൻ അതിപ്പോ എന്താ പറയേണ്ട കാര്യമുള്ളത്. അല്ല, ഞാൻ വേറൊരു കേസ് ചോദിക്കട്ടെ, അവരെ വ്ളോഗിനകത്ത് അവരെങ്ങനെയോ ഒന്ന് പ്രസന്റ് ആയിക്കോട്ടെ, അവരെന്തിനാണ് ഈ അല്ല അവര് 4 പെൺകുട്ടികളായോണ്ട് എല്ലാവരും കർദാശന്മാരായോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതെ, അല്ല ഇനി വേറെ കേസ് ചോദിക്കട്ടെ, ഇനിയിപ്പോ അവര് വ്ളോഗ് ചെയ്യുന്നു, 4 സിസ്റ്റേഴ്സ് ആണ്, കർദാഷിയൻസിന് എന്താ പ്രശ്നം? ലോകത്തിൽ എത്ര ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാ അവര്, ഏറ്റവും വലിയ സെലിബ്രിറ്റി, എല്ലാരും മിമിക് ചെയ്തിട്ട് തന്നെയാ വരാറ്. എത്ര ഫോളോവേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. സ്നേഹ എവ്രി വൺ വേറൊരാളെ മിമിക് ചെയ്തിട്ടും വേറൊരാളെ അഡാപ്റ്റ് ചെയ്തിട്ടും ഒക്കെ തന്നെയാണ് മുന്നോട്ട് പോവാറ്. ഇനിയിപ്പോ എന്തോ ആയിക്കോട്ടെ, റിയാസിന്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണണ്ടെന്ന്, അതേപോലെ ചെയ്താൽ പോലെ റിയാസ്. അതെ, അല്ല കഷ്ടപ്പെട്ട് അത് കണ്ടിട്ട് ഇതെന്താ അറിയോ, റിയാസ് പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. ഐ സ്റ്റാൻഡ് ഫോർ ദിസ് കമ്മ്യൂണിറ്റി, ഐ സ്റ്റാൻഡ് ഫോർ പീപ്പിൾ, ഐ സ്റ്റാൻഡ് ഫോർ വുമൺ, ഐ സ്റ്റാൻഡ് ഫോർ ദിസ്. ഇതാണോ അവിടെ സ്റ്റാൻഡ് ചെയ്യല്? ചുമ്മാ വന്നിട്ട് കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ട് അവരെ കളിയാക്കിയിട്ട് കുറെ ബിഗ് ബോസ് ബ്ലസ്ലി ഈ കാര്യം ഇതാണോ സ്റ്റാൻഡ് ചെയ്യുന്നത്? ഐ ഫീൽ ലൈക്ക് വെരി എന്താ പറയാ സാഡ് ആൻഡ് പിറ്റി. എന്തിനാ ചുമ്മാ വെറുതെ, ഇതിന് ഈ എയർപോക്കിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും അത് കഴിഞ്ഞു, അതവിടെ നിക്കട്ടെ. എന്നാലും ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്തല്ലോ, കേട്ടവർക്ക് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവും. അതവിടെ നിക്കട്ടെ. ഇനി ഇത് കഴിഞ്ഞിട്ട് കൃഷ്ണകുമാറിന്റെ വീഡിയോ റിയാസ് സലീം ഇട്ട പോർഷൻ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. പണ്ട് ഞാനൊക്കെ ഇവിടെ എറണാകുളം തൃപ്പൂണിത്തുറ ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും. വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത്. പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും. ഒരു 11 മണിയാവുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോറ് മതി. അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും, കുറച്ച് കറികളൊക്കെ വെച്ചേക്കും. അന്ന് എങ്ങനെ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും, ഇത്ര ഒരു 1.5 അടി താഴ്ചയിൽ ഒരു കുഴിയെടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഇലയോ എന്തെങ്കിലും എടുത്തിടും. ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇവരങ്ങോട്ട് കൈവച്ച് ഉടച്ചതിന് പക്ഷെ കൈവച്ചല്ല കഴിക്കുന്നത്, ശ്രദ്ധിച്ചു കാണും. ഈ പ്ലാവല എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിലൊരു ഈർക്കിൽ കുത്തിയിട്ട് അത് വെച്ച് കഴിക്കും. സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് ഇതെല്ലാം കഴിഞ്ഞ് മോഹമൊക്കെ കൊണ്ട് കഴുകിയിട്ട് കൊണ്ടത് വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മൾ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവര് കഴിക്കുന്ന കാണുമ്പോൾ ഒരു കൊതി വരും. അന്ന് ഇത്രേ വെച്ചിട്ടുള്ളൂ, ഇത് എന്താ ഏതൊന്നും വെച്ചിട്ടില്ല. ഇവിടെ കൃഷ്ണകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഴഞ്ചോറിനെ കുറിച്ചിട്ടാണ്, അല്ലാതെ അന്നത്തെ കാസ്റ്റ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന വേർതിരിവ്, ജാതി ആ ഒരു ജാതി മനസ്സിൽ കൊണ്ടു കടന്ന് കീഴ്ജാതിയിലുള്ള ആളുകൾക്ക് വീടിന്റെ മുന്നിൽ കുഴി കൊത്തി കൊടുക്കുന്ന അത് കണ്ട് ഞാൻ ആസ്വദിക്കുന്നു എന്നൊന്നും ഇവിടെ കൃഷ്ണകുമാർ പറഞ്ഞിട്ടില്ല. അത് റിയാസിന്റെ മനസ്സിന്റെ പ്രശ്നമാണ്. കാരണം നോർമൽ ആയിട്ടുള്ള എന്നെ പോലത്തെ ഒരു സാധാരണക്കാരൻ കേൾക്കുമ്പോൾ കൊതിയാണ് വന്നത്. അതായത് നമ്മളൊക്കെ ഇത് കാണുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ പോകുന്നത് എന്താ, ഇങ്ങനെ പഴഞ്ചോറിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എൻറ്റയർ വ്ളോഗ് ഈ ഒരു കഷ്ണം മാത്രം എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതില് ഇവര് സിന്ധു കൃഷ്ണ ഈ പഴഞ്ചോറിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങുന്ന വ്ളോഗില്. കൊച്ചിയിൽ നമ്മൾ സ്ഥിരം താമസിക്കുന്ന ഹോട്ടൽസിൽ വെച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് മാരിയറ്റ്. മെയിനായിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എപ്പോഴെങ്കിലും നമുക്ക് ഇച്ചിരി ഫ്രീ ടൈം കിട്ടിയ തൊട്ടപ്പുറത്ത് ലുലു മോൾ ഉള്ളത് കൊണ്ട് അങ്ങോട്ടൊന്ന് പോവാം. ആൻഡ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ് ഇസ് ലൈക്ക് ഡാം ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, ഭയങ്കര നല്ല ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ്. ഇന്ന് അവിടെ പോയപ്പോൾ കിച്ചനോട് നീ കണ്ടോ അവിടെ പഴഞ്ചോറ് ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു പഴഞ്ചോറ് ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ ഞാൻ എന്നിട്ട് ഇവിടെ സ്പ്രെഡ് അത്രയ്ക്കുണ്ട്, ഇങ്ങനെ കറങ്ങിയാണ്. അപ്പം നമ്മൾ ഒരു ഏരിയയിലൊക്കെ പോയിട്ട് ഒരിക്കലും മടിയാവും കൂടുതൽ അങ്ങോട്ട്. ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും എടുത്തിട്ടായിരിക്കും ഇനി വരുന്നത്. പിന്നെ ഞാൻ പോയി തപ്പിപ്പോൾ പഴഞ്ചോറ്. ഐ വാസ് ലൈക്ക് സോ എക്സൈറ്റഡ്. അങ്ങനെ ഞാനൊരു ബൗളിൽ വെച്ചിട്ട് പഴഞ്ചോറും കപ്പയും തൈരും പിന്നെ ഒരു ഉള്ളിയും മുളകൊക്കെ ചതച്ചതും ഒക്കെ കൂടെ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി കുറച്ച് പത്തിരിക്കയുടെ ഒരു കറി അതൊക്കെ കൂടെ മിക്സാക്കി സൂപ്പറായിട്ട് കഴിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു. അവര് പഴഞ്ചോറിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്ത് തുടങ്ങിയ വ്ളോഗാണത്. ഇതിനകത്ത് അതെ, അവര് പഴഞ്ചോറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് നേരെ പോകുന്നത് കൃഷ്ണകുമാറിന്റെ അടുത്ത് പോയിട്ട് ഇതിന്റെ നൊസ്റ്റാൾജിയെ കുറിച്ചിട്ട് ചോദിക്കുകയാണ് പഴഞ്ചോറിനെ കുറിച്ചുള്ള. ഇനി കൃഷ്ണകുമാർ പറയുന്ന ഫുൾ വേർഷൻ കണ്ടുകൊണ്ട് പലതരം സംഭവങ്ങളിരിക്കുന്നു.
അപ്പോൾ കുറച്ച് എടുത്തു വന്നു. എന്നാ വെച്ചാൽ ഒരു ദോശ അപ്പോൾ അവരൊന്ന് ചോദിക്കുമല്ലോ, സർ ഓംലെറ്റ് എഗ്സ് ഓർ സംതിങ് മറ്റേ ഒന്ന്. അപ്പോൾ നമ്മൾ ഓംലെറ്റ് വിച്ചോളം ഓംലെറ്റ് അപ്പോൾ പറയും പല തരത്തിലുള്ളത് പറഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ മനസ്സിൽ കൂടെ ചീസ് ഓംലെറ്റ് അത് വാങ്ങിച്ച് കഴിച്ചു, എന്തൊക്കെയോ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെറുതെ തപ്പിയപ്പോൾ പഴഞ്ചോറിരിക്കും. ഞാൻ പറഞ്ഞു ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞോ? അത് ശരി, ബെസ്റ്റ്. അല്ല, കിച്ചുവാണ് എനിക്ക് കാണിച്ചു തന്നെന്ന് ഞാൻ പറഞ്ഞു. അല്ല, പഴഞ്ചോറിൻ്റെ പ്രത്യേകത അത് ഒരു കൂളൻ്റ് ആണല്ലോ. നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞ ഇറ്റ്സ് എ കൂളൻ്റ്, കാറുകളിൽ ഒഴിക്കുന്ന പോലെ. കാരണം നമ്മളിപ്പോൾ എല്ലാവരും മത്സ്യമാംസം കൂടുതൽ കഴിക്കുന്ന, ബോഡി ഹീറ്റ് കൂടുതലാണ്, മുട്ട എല്ലാം കഴിച്ചിട്ട് ഉറക്കക്കുറവ്. അപ്പോൾ ഈ ഒരു സാധനം കഴിച്ചാൽ ഭയങ്കര സുഖം തരുന്നൊരു സംഭവമാണ് ഈ പഴഞ്ചോറ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ മെഡിക്കൽ ഗുണങ്ങൾ, ശരീരത്തിന് ഗുണം ചെയ്യുന്ന പല സംഭവങ്ങളും ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എന്താ പെൻസിലിനൊക്കെ അതിനകത്ത് വർക്കൗട്ട് ആവുമെന്ന് പറയുന്നു ഈ ഫെർമെൻറ്റേഷൻ വരുമ്പോൾ. ഞാനത് ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല, ഡോക്ടേഴ്സാണ് പറയേണ്ടത്. പക്ഷേ പണ്ട് ഞാനൊക്കെ ഇവിടെ എറണാകുളം തൃപ്പൂണിത്തുറ ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും. വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത്. പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും. ഒരു 11 മണിയാവുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോറ് മതി. അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും, കുറച്ച് കറികളൊക്കെ വെച്ചേക്കും. അന്ന് എങ്ങനെയാ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും. ഇത്ര ഒരു 1/2 അടി താഴ്ചയിൽ ഒരു കുഴി എടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇലയോ എന്തെങ്കിലും എടുത്തിടും. ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇവരങ്ങോട്ട് കൈവച്ച് ഉടച്ചതിന് പക്ഷേ കൈവച്ചല്ല കഴിക്കുന്നത്, ശ്രദ്ധിച്ചു കാണും. ഈ പ്ലാവലെടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിലൊരു ഈർക്കിൽ കുത്തിയിട്ട് അത് വെച്ച് കഴിക്കും. സത്യം നമ്മൾ പറഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് ഇതെല്ലാം കഴിഞ്ഞ് മുഖമൊക്കെ കൊണ്ട് കഴുകിയിട്ട് കൊണ്ടുവന്ന വിശപ്പോടെ കഴിക്കുന്ന കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മൾ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവർ കഴിക്കുന്ന കാണുമ്പോൾ ഒരു കൊതി വരും. അന്ന് നമ്മൾ വീണ്ടും പഴഞ്ചോറിൽ ഇതുപോലെ കറികളൊക്കെ ഇട്ട് കഴിക്കും. ഇതുപോലെ ഇപ്പം നമ്മുടെ വീട്ടിലൊരാളുണ്ട് മുസ്ലിം. ഇതാണ് കൃഷ്ണകുമാർ പുള്ളി പറഞ്ഞത്. ഡേ റിയാസ് സലീം, നീ സത്യത്തിൽ എയർ പോവാൻ വേണ്ടി നടക്കുകയാണോ? ഞാൻ ചുമ്മാ ചോദിച്ചതല്ല. അതെ, സി ഇന്റലക്ച്വൽ ആണ് ഞാൻ ഭയങ്കര ബുദ്ധിജീവിയാണ്, ഞാൻ ഭയങ്കര ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്നതാണ്, ഞാൻ ഭയങ്കര സംഭവമാന്നൊക്കെ വിചാരിച്ച് എങ്ങോട്ട് പോണടേ? അല്ല, മനസ്സിലാവാണ്ട് ചോദിക്കുക. അല്ല, ഇതിനകത്ത് ഇതെന്താ അറിയോ, വരികൾക്കിടയിലെ വരികൾ വായിക്കുന്ന അതൊക്കെയാണെന്നുണ്ടെങ്കിൽ കോമഡിയാണ് അളിയ. കാര്യം പറയാം, വളരെ കോമഡിയാണ്. കാരണം കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഇരുന്നിട്ട് ആ പഴഞ്ചോറിന്റെ നൊസ്റ്റാൾജിയെ കുറിച്ചാണ് പറയുന്നത്. നിന്റെ എന്റെയും ഇല്ലാന്നുണ്ടെങ്കിൽ നാട്ടിലെ എല്ലാവരുടെയും ഒക്കെ വീട്ടിൽ പഴയ കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പൂർവികർ ഇതേപോലെ ജാതി മതവും പറഞ്ഞ് കാസ്റ്റും പറഞ്ഞ് നടന്ന് വെറി പിടിച്ച് നടന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട്. ഇല്ലാന്ന് എനിക്കും പറയാൻ പറ്റില്ല, എനിക്കും പറയാൻ പറ്റില്ല. നമ്മളെ വീട്ടില് പണ്ടൊക്കെ അത് ഈ സംഗതി ജാതി വെറി മതം ഇപ്പൊ വേറൊരു വേർഷനിലാന്നേ ഉള്ളൂ. ഇപ്പൊ ഈ നിലത്ത് കുഴി കുത്തി കൊടുക്കുന്നില്ല എന്നുള്ള സെറ്റപ്പേ ഉള്ളൂ. പക്ഷെ ഇന്നാലും ഇവിടെ ജാതി വെറി സാധനങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ കാലഘട്ടത്തിൽ ഇതൊരു കൃഷ്ണകുമാറിന്റെ വീട്ടിൽ മാത്രമുള്ള സംഗതിയല്ല. ഇത് ഈ നാട്ടിൽ ഇന്ത്യ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സംഗതിയായിരുന്നു. അതൊക്കെ മാറി വന്നു, കാലം മാറി വന്നു. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ഇരുന്ന് പറയുന്നത് എന്താ, അയാളുടെ വീട്ടിൽ അയാൾ കണ്ട ഒരു സാധനത്തിൽ ആ പഴഞ്ചോറിനെ കുറിച്ചാണ് പറയുന്നത്. അയാൾ റിയാസ് പറഞ്ഞ പോലെ അത് അത്രയും ഡീപ്പായിട്ട് ആ ഫുഡിനെ കുറിച്ച്, ആ ഒരു പെർട്ടിക്കുലർ ഫുഡിനെ കുറിച്ചാണ് അതിന്റെ നൊസ്റ്റാൾജിയാണ് സംസാരിക്കുന്നത്. അല്ലാതെ റിയാസ് ഇരുന്ന് ചിന്തിച്ച പോലെ അതന്നെയല്ല. അത് പറയണത് അയാൾ എന്താ പറയണത്, അധ്വാനിച്ച് വന്ന് ആ വേറൊക്കെ തുടച്ച് കഴിക്കുന്നു. അത് കാണുമ്പോൾ കൊതി വരുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തൊഴിലാളി സ്നേഹം എന്ന് പറഞ്ഞൂടെ അതിനെ കുറിച്ച്? ഇല്ല, അപ്പൊ പ്രോഗ്രസീവ് ആവില്ലല്ലോ. റിയാസ് സലീം ഈസ് വെരി പ്രോഗ്രസീവ് ഗൈസ്. കയ്യടി കിട്ടൂല. പ്രോഗ്രസീവ് അല്ലേ? ഹോട്ടലിലൊക്കെ ഈ പഴങ്കഞ്ഞി വെക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടാവും ഇനി? അല്ല, അത് തെറ്റാണ്, തെറ്റല്ലേ? അങ്ങനെ പഴങ്കഞ്ഞി ഹോട്ടലിൽ വെക്കാൻ പാടില്ലല്ലോ. റിയാസിന്റെ തിങ്കിങ് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്നത് ഈ കാസ്റ്റ് ഇൻഇക്വാലിറ്റീനെ കാസ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു മുതലാളിയുടെ ഹോട്ടലിൽ മാത്രം കാണുന്ന സാധനമായിരിക്കും. മാത്രല്ല അത് പാവപ്പെട്ടവരെ പ്രദർശിപ്പിക്കാൻ കൂടി നിൽക്കണ പോലെ ശരിക്കും. അതെ, മൺചട്ടിയിലും കൂടി ആണെങ്കിൽ പ്രദർശനമാണ്. എന്റെ പൊന്നളിയാ, ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ജീവിച്ച് മുന്നോട്ട് പോകണം. ഞാൻ ഉപദേശിക്കൊന്നുമല്ല, പക്ഷെ ഞാൻ എൻ്റെ ഒരു വഴി പറയുകയാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഒന്നും ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല. ശരിക്കും അങ്ങനെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ സ്വയം വലിയ സംഭവമാണെന്ന് വിചാരിച്ച് ഇരുന്നിട്ട് ദിസ് ഈസ് കാസ്റ്റിസ്റ്റ്, ദിസ് ഈസ് അഗെയിൻസ്റ്റ് ദ പ്രോഗ്രസീവ്നെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചുമ്മാ നമ്മൾ തന്നെ കോമഡി അടിക്കണേ നാട്ടുകാർ നമ്മളെ. എനിക്കിത് കണ്ടപ്പോ ഞാൻ ലിറ്ററലി ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട് വേറെ ആൾക്കാരൊക്കെ, അപ്പൊ അതൊന്നും കിട്ടിയില്ല ശരിക്കും പറഞ്ഞാല്. അല്ല, എന്നിട്ട് ഇയാൾ ഈ പറഞ്ഞ സാധനം എടുത്തു വെച്ചിട്ട്
അവരുടെ ആ പെൺകുട്ടികളുടെ അക്കൗണ്ടിൽ ചെന്ന് അവരുടെ വീഡിയോസ് എടുത്തിട്ട് അതിന്ന് ആ ഒരു ഗുണ്ടാന്നുള്ളത് ഗുണ്ടെന്നാക്കി വേണ്ടി നിന്റെ മൈൻഡ് എന്താടേ? അച്ഛൻ ഇങ്ങനെയാണെങ്കിൽ മക്കൾ ഇങ്ങനെയാവും അത് കാണിക്കാനാണ് എന്നിട്ട് ആ മക്കളെ കർദാഷ്യൻ എന്നുള്ളത് കൃഷ്ണാശിയൻ എന്നും ആക്കി. അങ്ങനെ പറയുന്നത് റിയാസ് ഭയങ്കര വുമൺ സപ്പോർട്ടറാണ്. അയ്യോടാ എന്റെ പൊന്നളിയാ, നീ ആദ്യം ഒരു കാര്യം ചെയ്യ്. ഓക്കെ, നീ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നിനക്കൊരു 10 ചിറകൊക്കെ വെച്ച് നീ പൊങ്ങിപ്പോയി എന്നൊക്കെ സ്വയം ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. ഓക്കെ, നീ വിചാരിക്കുന്നുണ്ടാവും യു ആർ ലൈക്ക് എന്താ പറയുക, ബാക്കിയുള്ളവരെക്കാൾ കുറച്ചും കൂടി കൂടുതൽ അറിവുള്ള ഒരാളാണ്. നമുക്ക് ഓക്കെ ഫൈൻ ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്കത് ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കാൻ അറിയില്ല, അത്രേ ഉള്ളൂ. അതല്ല പ്രശ്നം. ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കും, പക്ഷെ തെയ്യും. അതാണ് സംഗതി. അതെ, കുറച്ച് ഓവറായി പോകുന്നുണ്ട്, കുറച്ച് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രശ്നം സംഭവിക്കുന്നത്. അതുകൊണ്ട് അളിയ ഒരു കാര്യം ചെയ്യും, തൽക്കാലം ആ ഡിലീറ്റ് ചെയ്ത സാധനം ഒന്നുകൂടി ഇരുന്ന് കേക്ക്. ഗുണ്ടാന്നാണോ ഗുണ്ടെന്നാണോ എന്നുള്ളത് ആക്കെ നിന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും പറ്റാൻ പാടില്ലാത്ത പരിപാടിയാ. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പരിപാടി. കാരണം റിയാസിനെ പോലെ ഇതിനു വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇത്രയും അട്രോഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം സംഭവിക്കാൻ പാടില്ല. അവര് പോയിട്ടൊരു കേസ് കൊടുത്താൽ നിന്റെ അവസ്ഥ എന്താണ്? മാത്രല്ല ഈ കേൾവിക്കാരാണെങ്കിലും ഈ കേട്ട ആരും ചിന്തിക്കാത്ത രീതിയിൽ ശരിക്കും റിയാസാണ് അങ്ങനെ അവരെ പേര് അതിൽ വലിച്ചിട്ടത്. റിയാസാണ് അത് പറഞ്ഞത്, ആരും അതിനെ കുറിച്ച്. അതെ, ആ കുട്ടി ചെറിയ കുട്ടികളിൽ കൂടി ഇങ്ങനത്തെ മനസ്സാണ് ചിന്തയാണെന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ അത് പറയുമ്പോ ഇനിയിപ്പൊ അവരടക്കം ചിന്തിക്കൂലേ? അങ്ങനെയാണോ? അങ്ങനെ ചിന്തിക്കുമല്ലോ. അപ്പൊ റിയാസാണ് അങ്ങനെ ഒരു വേർഡ് അതിൽ കൊണ്ടുപോയിട്ടത് സത്യത്തില്. അതെ, റിയാസിന് എന്താ പറയാ, റിയാസിന് എപ്പോഴും എനിക്ക് തോന്നുന്നൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് ചിലപ്പോ. മേ ബി അത് ഉള്ള കാര്യം കേട്ടോ. അത് ഞാൻ റിയാസിനെ കുറ്റം പറയുന്നില്ല. കാരണം ഞാൻ തന്നെ റിയാസിനെ കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്. അനാവശ്യമായിട്ട് ആളുകൾ റിയാസിന്റെ വീഡിയോന് അടിയിൽ ചെന്നിട്ട് റിയാസിന് കമന്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ, റിയാസിനെ തെറി വിളിക്കുന്ന ഒരു കാര്യം, അത് ശരിക്കും സൊസൈറ്റി റിയാസിനോട് ചെയ്യുന്ന ഒരു വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള റിയാസ് വേറെ ചെയ്യാൻ പാടില്ല. അതെ, അങ്ങനെ അത് ഭയങ്കര പോയിന്റ് അജിത്ത് ഭായി പറഞ്ഞു. അങ്ങനെ സ്വയം ബുള്ളിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റിയാസ് ഇത്ര ഓപ്പൺ ആയിട്ട് ഇത്രയും ഒരു എന്താ പറയാ പബ്ലിക്കിൽ ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു ഫാമിലിയുടെ വീഡിയോ എടുത്തു കൊടുന്ന് വെച്ചാൽ അവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് പറയല്ലേ നിങ്ങൾ വലിച്ചു കയറി അങ്ങനെ ഒരു സാധനം അവർ ചെയ്തിട്ടുണ്ടെന്നല്ലേ റിയാസ് ഇപ്പൊ കാണിക്കുന്നത്. പക്ഷെ ആരും വലിച്ചു കയറാൻ പോവില്ല. റിയാസിന്റെ ആൾക്കാർ കേൾക്കണ്ടേ? അതാളിയൊരു തെറ്റിപ്പോയി. ആരും കേൾക്കാൻ പോവില്ലടേ, ഒരു കാര്യമില്ല. അതാണ് റിയാസിന് ഞാൻ കണ്ടതിൽ വെച്ച് ദ ലീസ്റ്റ് പവർഫുൾ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ്. ഫാൻ ആർമി വെച്ചിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കയറിയപ്പോ ബിഗ് ബോസിനകത്ത് ഫൈൻ, അല്ല ബിഗ് ബോസിനകത്ത് ഓക്കെ ഫൈൻ. പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ ആളുകൾക്കൊക്കെ ഞാൻ കുറെ അന്തമാർമി കണ്ടിട്ടുണ്ട്. റിയാസ് എന്തായാലും അന്തമാർമി തലയിൽ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ല കാര്യമാണ് അന്തമാർമി. പക്ഷെ ആ കാര്യങ്ങളൊക്കെ നല്ലതാണ്. അത് ചോദിച്ചിട്ട് എന്ത് ചെയ്യുമ്പോഴും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, ഇത് ചുമ്മാ ഇത് മറ്റേ ആകാശത്ത് കൂടി പോണ വള്ളി തോട്ടി പിടിച്ച് സ്വന്തം നെഞ്ചത്ത് കയറ്റിട്ട അവസ്ഥയായി പോയി. എന്നാണെങ്കിൽ മോശം പരിപാടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യം പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നോക്കി ചെയ്താൽ ഇറ്റ്സ് ബെറ്റർ. പഴയ പോലെ അല്ല, പഴയ പോലെ റൂമിനകത്ത് കണ്ണടി ഇരുന്നിട്ട് റിയാസ് സലീം ആ സാധനം അല്ല. ഇപ്പൊ മാറിയിട്ടുണ്ട്. സെലിബ്രിറ്റിയാണ്. അല്ല ഇപ്പൊ നമ്മളാണെങ്കിലും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചെയ്യുമ്പോ ചിലപ്പോ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. നല്ലത് അല്ല, ഇനിയിപ്പോ അങ്ങനെ തെറ്റിന്ന് വിചാരിച്ചോ, അപ്പൊ അവരാ സാധനം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, തെറ്റ് പറ്റി, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നാ പിന്നെ ഓക്കെ, നെക്സ്റ്റ് ഇതില് ഓക്കെ എനിക്ക് ഇങ്ങനെ തെറ്റ് പറ്റി എന്നുള്ളതൊന്ന് പറയാം. അത് വളരെ മാന്യത. അല്ല ഇനി ഇങ്ങനെയും പറയൂ, തെറ്റ് പറ്റി ഡിലീറ്റ് ആക്കിയ സാധനം പിന്നെ കുത്തി പറയും. അങ്ങനെയല്ല, ഡിലീറ്റ് അത് സോഷ്യൽ മീഡിയ ആണ് മോളെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകുന്നില്ല, കിടക്കുന്ന അങ്ങനെ കിടക്കും. ഇപ്പൊ ഞാനൊരു സാധനം ഇട്ടു, ആ ഡിലീറ്റ് ആക്കിയ ചിലപ്പോ ആരുടെയും. ശിവകുമാർ ഫാമിലി അവര് നല്ലൊരു കാര്യം പറഞ്ഞപ്പോ റിയാസ് ഇതൊക്കെ വലിച്ചിട്ടിട്ട് അതേപോലെ തന്നെ നല്ലതും ചെയ്തില്ലേ. സോ ഇറ്റ്സ് ലൈക്ക് എനിക്ക് കണ്ടപ്പോ എന്തോ ഇത് ഒട്ടും ഒരു ലൈക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സാധനം പോലെ എനിക്ക് ഇത് വേറെ എന്തോ വിഷയം തോന്നുന്നുണ്ട്. ഈ പലസ്തീൻ ഇസ്രായേലൊന്നും അല്ല തോന്നുന്നുണ്ട്. ഇത് വേറെന്തോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. ഈ വ്ളോഗ് കണ്ടിട്ട് എങ്ങാണ്ട് ഉരു പൊട്ടിയതാണോ? മറ്റേ ആരോ സബ്സ്ക്രൈബേഴ്സ് കൂടിയതിന്റെ പ്രശ്നം. ഇനി ഉറപ്പാണ്. ഇനി വേറെ കാര്യം വേണ്ടേ, ഇത് ഇടുമ്പോ എന്താ ക്യാപ്ഷൻ ഇടുക? റിയാസ് സലീം ഇടുവോ? അല്ല പിന്നെന്തിടണം? അല്ല അങ്ങനെയാണല്ലോ റിയാസ് സലീം എന്ന് പറയാറ്. റിയാസ് സലീം ഇടാൻ പാടില്ല. റിയാസ് സലീം എന്നല്ല പിന്നെ റിയാസ് സലീം എന്നല്ല പിന്നെ റിയാസ് സലീമിന് നരേന്ദ്രമോദി ഇടാൻ പറ്റൂ? ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നല്ലല്ലോ. റിയാസ് സലീമിന് റിയാസ് സലീം എന്ന് ഇടാൻ പറ്റൂ, അല്ലാതെ നരേന്ദ്രമോദി എന്നോ പിണറായി വിജയൻ ഇടാൻ പറ്റില്ല. താങ്കളെ ഞങ്ങൾ റിയാസ് സലീമിന്റെ പേര് കൊടുത്തിട്ടാണ് ക്യാപ്ഷൻ ഇടാൻ പോണത്. കുഴപ്പമില്ലല്ലോ. അല്ല റിയാസ് സലീം എന്നല്ല, റിയാസ് സലീമിന് ഞാൻ എന്തിടും? അല്ലെ റിയാസ് പറയട്ടെ, ഞാൻ എന്തിടും? ഗെയിം ചേഞ്ചർ എന്നിടാ. അല്ല എന്തിടണം? ഗെയിം ചേഞ്ചർ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇടാ.
അങ്ങനെയൊക്കെ ചെയ്യാം. അല്ല റിയാസ് സലീം നല്ല അതിന് എന്തിടാനാണ് പോസിനെ അല്ല